നമസ്കാരം എല്ലാ മച്ചാന്മാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈരോഗ്രാം ബോട്ട് പാർട്ട് 17 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പാർട്ട് 16 നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇതിൽ ചെയ്യുന്നുള്ളത്. അതിൽ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് അതേപോലെയാണ് ഇതിൽ ചെയ്യുന്നുള്ളത്. അത് അതിൽ ചെയ്തിട്ട് കാട്ടിച്ചേരുന്നില്ല ഒന്നാമത്. പിന്നെ അതിൽ ചെയ്തതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡാക്കുന്നത് മാത്രമാണ് ഇതിൽ ഞാൻ കാട്ടിച്ചേരുന്നുള്ളത്. ഓക്കെ, വേറൊന്നും ഇതിൽ ഞാൻ കാട്ടിച്ചേരുന്നില്ല. അപ്പോൾ കാട്ടിച്ചേരുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, മറ്റേനാട്ടിക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ആക്കിയിട്ടാണ് ഞാൻ ട്രൈ ആക്കി ചിലപ്പോൾ വർക്കാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രൈ ആക്കാത്തത്. പക്ഷേ ഞാൻ ട്രൈ ആക്കിയിട്ടാകുമ്പോൾ വർക്കായി. ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയ ടൈമിന് തന്നെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഒക്കെ കാട്ടിച്ചേരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 16 കാട്ടിച്ചേർന്ന കോഡിൽ നമ്മൾ സെറ്റാക്കിയ ടൈമിന് ടെലഗ്രാമിൽ ബോട്ടിൽ കാട്ടിച്ചേരുന്നില്ല. പൈത്രോയുടെ ആപ്ലിക്കേഷനിൽ മാത്രമാണ് നമുക്ക് ടൈമിങ് നേരെ കാട്ടിച്ചേരുന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പാക്കാത്ത കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ പൈരോഗ്രാമിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിൽ വന്നാൽ മതി. സപ്പോർട്ട് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് വന്നിട്ട് നിങ്ങൾക്കുണ്ട് എററിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ച് തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എറർ എങ്ങനെ ഫിക്സ് ആക്കാനായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 മുതൽ പാർട്ട് 16 വരെ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ബോട്ടൊക്കെ എഡിറ്റിംഗ് ആക്കാൻ പഠിക്കാം. പൈരോഗ്രാമിൻ്റെ എല്ലാ ബോട്ടും നിങ്ങൾക്ക് എഡിറ്റിംഗ് ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത് ചോദിച്ചുകൊണ്ട് വരണ്ട പൈരോഗ്രാമിൻ്റെ ബോട്ട് എഡിറ്റിംഗ് ആക്കാൻ പറ്റുമോ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പൈരോഗ്രാമിൻ്റെ ബോട്ട് എഡിറ്റിംഗ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കാട്ടിച്ചേരുന്നത് പാർട്ട് 16 ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ കാട്ടിച്ചേരുന്നുള്ളത് ബോട്ടിലൊക്കെ ഒരു സ്റ്റാർട്ട് അടിച്ചു കൊടുത്തിട്ട് റേറ്റിംഗ് ചെക്കാക്കേണ്ടത് വെച്ചാൽ ബോട്ടിലെ ടൈം ഒന്ന് ചെക്കാക്കി വെക്കാം. 3:36 PM. ഓക്കെ, ഏകദേശം നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്ന് കാട്ടിച്ചേരുന്ന സമയത്താണ് ഗുഡ് മോർണിംഗ് എന്ന് കാട്ടിച്ചേരുന്നുള്ളത്. PM ആണ്. ഇവിടെ മീറ്റർ ടൈം നോക്കിയെങ്കിൽ 4:36 ടൈം ഫുൾ കറക്റ്റാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗുഡ് മോർണിംഗ് എന്നാണ് കാട്ടിച്ചേരുന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് എറർ ആയിട്ടാണ് ഉള്ളത്. നേരെ ടൈമിന് നമുക്ക് ടൈം കാട്ടിച്ച് തരാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ടൈമിൻ്റെ ഗുഡ് മോർണിംഗിൻ്റെ ഇപ്പോൾ എറർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടൈം സോൺ ബേസ് ആയിട്ടാണ് ഈ നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടി നേരെ റിപ്പോ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം documents.txt. ഓക്കെ, ഈ ഒരു സംഭവം ഈ ഒരു ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫയലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംഭവം ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഇമ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് എറർ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് pytz. ഓക്കെ, ഇവിടെ നമുക്ക് എറർ വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും കൂടി ക്രോം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് pytz. ഓക്കെ, പൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചെടുത്തു. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കോഡ് സെറ്റാക്കിയിട്ടുള്ളത്, അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ആ ഒരു കോഡ് എവിടെയാണോ സെറ്റാക്കിയിട്ടുള്ളത് ആ ഒരു ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് എൻ്റെ comments.py എന്ന ഫോൾഡറിലാണ് ഇപ്പോൾ ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. എൻ്റെ കോഡ് ഞാൻ ഇപ്പോൾ കാട്ടിച്ച് തരാം. ഇതാണ് ഞാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ള കോഡ്. ഓക്കെ, എനിക്ക് നേരെ എഡിറ്റ് ഫയലിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഫയലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇമ്പോർട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് pytz അവൻ നേരത്തെ ഇമ്പോർട്ട് ആക്കിയ അതന്നെ ഒന്നും കൂടി ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ നേരെ കുറച്ച് താഴോട്ടൊക്കെ എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. ഔട്ട് ഈക്വൽ ടു, ഇപ്പോൾ എൻ്റെ ഔട്ട് എന്നുള്ളത് നിങ്ങളെ എന്തുണ്ടായിരുന്നൂടാ ഡേറ്റ് ടൈം ഡോട്ട് നൗ ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് ഇതുപോലത്തെ നിങ്ങളിൽ എങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, ആ നൗവിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ pytz എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, tz എന്നിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ടൈം സോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഡബിൾ കോമ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ആ ഡബിൾ കോമേൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്ലോസ് ആക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ
ടൈം സോണാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റേത് ആസിയ കൊൽക്കത്ത ആണ്. അപ്പോൾ നിങ്ങളുടെ ടൈം സോൺ ഏതാണെന്ന് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ക്രോമിൽ സെർച്ച് ആക്കിയാൽ മതി. നിങ്ങളുടെ ടൈം സോൺ ഏതാണെന്നിട്ട് സെർച്ച് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടൈം സോൺ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആസിയ /കൊൽക്കത്ത. ഓക്കെ, കൊൽക്കത്ത. അപ്പോൾ നിങ്ങൾ ഏതാണെന്നിട്ട് കൊടുക്കണം. പിന്നെ വേറൊന്ന് പറയാണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ വലിയ റിപ്പോർട്ടെല്ലാം ഇത് സെറ്റാക്കുമ്പം ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ടൈം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ടൈം എന്ന് മാറ്റി നിങ്ങൾ വേറെ എന്തെങ്കിലും കൊടുക്കണം. എന്താ വെച്ചാൽ ടൈം എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എറർ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടൈമായിട്ട് ഇമ്പോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം എന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ വരും. എനിക്ക് എറർ വന്നുകൊണ്ടാണ് ഇപ്പം എറർ വന്നില്ല ചെറിയതാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ടൈം ഒന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊടുത്തേ മതിയാവും വലിയ വലിയ റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പം. അതിന് നേരെ കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയത് ഇത് ഈ ഒറ്റൊരു ലൈന് മാത്രമാണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത്, വേറെ ഒന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. ഓക്കെ, ഈ ഒരൊറ്റൊരു ലൈനാണ്. പിന്നീട് 15 കൊടുത്തിട്ടുള്ളത്. 16 അവിടെ കൊടുക്കുക കേട്ടോ. 15 3 മണി വരെയാണ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ളത്. അപ്പോൾ നമുക്ക് 4 മണി വരെ വേണമെന്നുണ്ടെങ്കിൽ 16 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. എനിക്ക് നേരെ ടെലഗ്രാം ബോട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ബോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ടാക്കി നോക്കാം, നേരെ വർക്കാവുന്നുണ്ടോ വർക്കാവുന്നില്ലായിട്ട്. ഓക്കെ, പിന്നെ നേരെ ഇറോക്കുലൊക്കെ വന്നിട്ടുണ്ട്. ബോട്ട് ഡിപ്ലോയ് ആക്കാൻ നമ്മൾ ഇറോക്കു വെബ്സൈറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ വെച്ചിട്ട് റണ്ണാക്കുന്നുണ്ടെങ്കിൽ അതിൽ റണ്ണാക്കാം. ഓക്കെ, ബോട്ട് ഇപ്പോൾ ഡിപ്ലോയ് ആയിട്ടുണ്ടാവും. ബോട്ടിലേക്ക് വരാം. ബോട്ടിലേക്ക് വന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. ഓക്കെ, ബോട്ടിൽ കയറി സ്റ്റാർട്ട് അടിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ബോട്ട് ഡിപ്ലോയ് ആയിട്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് അടിച്ചിട്ട് ബോട്ട് ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. ഹലോ ബ്രോ, ഐ എം PyrogramBot ഇട്ടിട്ടുണ്ട്. ഗുഡ് ഈവനിങ്. നേരെ വന്നിട്ടുണ്ട്. ടൈം നോക്കിയാൽ മതി 4:45. ഓക്കെ, അവിടെ 4:46. ഓക്കെ, അപ്പോൾ ടൈമൊക്കെ നേരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4:46 ഒറ്റൊരു മിനിറ്റാണ് കൂടിയിട്ടുള്ളത്. 4:45 PM ആണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേരെ വർക്കാവുന്നുണ്ട്. ഗുഡ് ഈവനിങ് നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലത്തെ കോഡിൻ്റെ വീഡിയോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇതുപോലത്തെ കോഡ് സെറ്റാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടി ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.